2 മിനിറ്റ് കൊണ്ട് 2 എഗ് പിസ്സ റെഡി. ചൂട് പോകുന്നതിന് മുമ്പ് കഴിച്ച് കാണിച്ചിട്ട് ബാക്കി പറയാം കേട്ടോ. ഇത് വെറും മുട്ട ഓംലെറ്റ് അല്ലേ എന്ന് പറയുന്നവരുടെ മുമ്പിൽ നെഞ്ച് പരിച്ചതെന്ന് അന്നമ്മ പറയുന്നു. അല്ല, ഇത് മൈദയില്ലാത്ത അനാവശ്യമായിട്ടുള്ള യാതൊരു സാധനങ്ങളും ഇല്ലാത്ത സിമ്പിൾ ആർക്കും വീട്ടിലുണ്ടാക്കാവുന്ന എഗ് പിസ്സയാണ്. ഉണ്ടാക്കണം, ചൂട് പോകുന്നതിന് മുമ്പ് ചൂടോടുകൂടി കഴിക്കണം. എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, അടിപൊളി ടേസ്റ്റാണ്. ചൂട് വേണം, അത്യാവശ്യം കനം വേണം, നന്നായി ചീസും വേണം. അടിഭാഗം കണ്ടോ, ഇത്രയും മൊരിയണം. കണ്ടോ, എന്താണ് ഇത്ര നാളെ ഈ ബുദ്ധി പോകാതിരുന്ന രാമൻകുട്ടി എന്നാണ് ഇപ്പൊ എന്റെ ഒരേ ഒരു ചിഹ്നം. പൊളിച്ചടക്കി നിരത്തി. വൈകുന്നേരം പിള്ളേരെ വിശന്ന് കുറവുത്തി വരുമ്പോ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക എന്നുള്ളതിനേക്കാൾ ഹെൽത്തി ആയിരിക്കണം, വിശപ്പ് മാറണം, എന്നാൽ നല്ല പ്രോട്ടീൻ റിച്ചും ഒക്കെ ആയിരിക്കണം. വെജിറ്റബിൾസും എല്ലാം അതിൽ വേണം. അതിന് പറ്റിയൊരു ഐറ്റം സംഭവം നമുക്ക് എഗ് പിസ്സ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആർഭാടമാക്കിയാണെങ്കിലും ആ 5 മിനിറ്റത്തെ പരിപാടിയേ ഉള്ളൂ. ഒന്ന് നോക്കാം. ഒരു 4-5 മുട്ട നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എടുക്കുക. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മറക്കാതെ ചേർക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ പിങ്ക് സോൾട്ട് ആണ് ചേർത്തിട്ടുള്ളത്. നമ്മളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഇടാം. ക്യാരറ്റ്, സബോള, ക്യാബേജ്, ക്യാപ്സിക്കം, പാഴ്സലി ഉള്ളതനുസരിച്ച് ഒരു 1 മുതൽ 1.5 കപ്പ് വരെ കുഞ്ഞായിട്ട് അരിഞ്ഞിടാം. കാന്താരി ഒരെണ്ണം കൂടെ അരിഞ്ഞിട്ട് കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തു. ഉപ്പും മുളകും നിങ്ങൾക്ക് ഈ സമയത്തൊന്ന് നാക്കിൽ വെച്ച് തൊട്ട് നോക്കാം. പാന് വെക്കാം, അല്ലെങ്കിൽ അപ്പച്ചട്ടി വെക്കാം. രണ്ടും ഓക്കെയാണ് കേട്ടോ. കോക്കനട്ട് ഓയിലോ ഒലീവ് ഓയിലോ ഒഴിക്കാം. മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ആ കൂട്ടുണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു. ഒന്ന് നന്നായിട്ട് പരത്തി ധാരാളമായി ചീസ് പൊടുങ്കോ. ഒന്നും കൂടെ ആർഭാടം ആക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ പനീർ പൊടിച്ചും ചേർക്കാം. അത്ര ആർഭാടം വേണ്ടല്ലേ. ഇനി കവർ ചെയ്ത് കുക്ക് ചെയ്ത സാധനം 5 മിനിറ്റ് കൊണ്ട് റെഡിയായി. പിള്ളേർ വരുമ്പോൾ ഒരു വലിയ ഗ്ലാസ് കാപ്പിയോ ചായയോട് കൂടി നമുക്ക് സർപ്രൈസ് ഉണ്ടാക്കാം. എപ്പടി